നമസ്കാരം. പാറ്റകളാകപ്പെട്ട ലക്ഷണമാണ്. കാരണം അവരുടെ പരമോന്നത നേതാവായ അഭിജിത് ദീപ്കെ പ്രശ്നങ്ങളിലാണ്. അവരുടെ ഹൃതിക് റോഷനായിട്ടുള്ള മാധ്യമങ്ങളുടെ മുൻപിലുള്ള സുന്ദരമുഖമായിട്ടുള്ള സൗരവ് ദാസ് പ്രശ്നങ്ങളിലാണ്. അഭിജിത് റാങ്കെ പശ്ചിമ ബംഗാളിൽ ചെന്ന് എയറിൽ നിന്ന് താഴെ ഇറങ്ങുന്നില്ല എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത്. ഇതിലൊക്കെ വലിയ നിയമക്കുരുക്കുകൾ അവരെ തേടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ കഴിഞ്ഞ ദിവസം തത്വമൈ ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. സുപ്രീം കോടതി ഈ പാറ്റകളുടെ സമരാഭാസത്തിൽ നടന്ന സർവ്വവിധ അക്രമങ്ങളെക്കുറിച്ചും, അതായത് ഇവർ നടത്തിയ അശ്ലീല പ്രദർശനം മുതൽ പോലീസുകാരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചതുവരെ, അല്ലെങ്കിൽ അസഭ്യവർഷം മുതൽ സ്ത്രീകളെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചതുവരെയുള്ള എല്ലാ അക്രമ സംഭവങ്ങളും അന്വേഷിക്കുവാനായി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ പാറ്റകളുടെ സമരം തുടങ്ങിയപ്പോൾ മുതൽ അത് ഒത്തുതീർപ്പായി ജന്തർ മന്ദറിൽ നിന്ന് ഈ ആഭാസർ പിരിഞ്ഞു പോയ നിമിഷം വരെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. സർക്കാർ ഇതെല്ലാം സമ്മതിച്ചാൽ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് ഇവരുടെ പേരിൽ കേസുകൾ ഫയൽ ചെയ്യുവാനും FIRകൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുവാനുമുള്ള അവകാശങ്ങൾ ഇപ്പോഴുമുണ്ട്. ദില്ലി പോലീസ് തന്നെ അതിനു വേണ്ടിയിട്ട് പ്രത്യേക സെല്ലുകൾ തുറന്നിട്ടുണ്ട്. ഇനി സംഭവിക്കുവാൻ പോകുന്നത് ഒരുപക്ഷെ ഈ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിലേക്ക് ഈ കേസുകളെല്ലാം കൈമാറ്റം ചെയ്യപ്പെടും. അതിനുശേഷം നിയമപരമായിട്ടുള്ള നടപടികൾ ഓരോരുത്തരുടെ പേരിൽ തന്നെ എടുക്കും. ഇപ്പോൾ തന്നെ ദില്ലി പോലീസ് ഏതാണ്ട് 30,000-ഓളം ആളുകളെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. AI ക്യാമറകൾ ഉപയോഗിച്ച് അവരുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 1800 മുതൽ 2300 വരെയുള്ള കുറ്റവാളികളെ, സ്ഥിരം കുറ്റവാളികളെ ദില്ലി പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിൽ അവരുടെ പേരിൽ FIRകൾ രജിസ്റ്റർ ചെയ്ത് പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലഴിക്കുള്ളിലാക്കി കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറ്റകളുടെ ആ ഒരു കാര്യത്തിൽ നിയമം പാറ്റകളെ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി അതിനും അപ്പുറത്തേക്ക് പോയാൽ ഇവരുടെ പരമോന്നത നേതാവ് അഭിജിത് ദീപ്കെ, അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മറുപക്ഷവും ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ട്, ഗ്രാജുവേറ്റാണ് തുടങ്ങിയ പല അവകാശവാദങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ആ സംഭവത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. കാരണം അദ്ദേഹം പ്രദർശിപ്പിച്ച സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ രേഖകളോ ഒക്കെ വ്യാജമാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കൃത്യമായി തന്നെ തെളിയിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം തുടരെ മണ്ടത്തരങ്ങൾ കാണിക്കുകയും ചെയ്തു. കാരണം താൻ ബോസ്റ്റണിൽ പാർട്ടി നടത്തുന്നു, പക്ഷേ പാർട്ടി നടത്തിയപ്പോൾ അത് നടത്തുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പമല്ല. ഈ വിഷയങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവരികയും അഭിജിത് ദീപ്കെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയും, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അതിപ്പോഴും കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. പൊളിച്ചടുക്കിയെന്നല്ല, അത് നിരന്തരം തുടരുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ. ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഇനി സൗരവ് ദാസിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ, സൗരവ് ദാസ് കുറച്ചുകൂടി ദുരൂഹമായുള്ളൊരു സാഹചര്യത്തിൽ ഉയർന്നു വന്നൊരു വ്യക്തിയാണ്. സൗരവ് ദാസിനെ സംബന്ധിച്ചൊരു 1-2 വീഡിയോകൾ തത്വമൈ ന്യൂസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വലിയ ആഡംബരപൂർണമായ ബംഗ്ലാവിൽ താമസിക്കുന്നു, 7 ലക്ഷം രൂപയോളം മാസവാടക കൊടുക്കുന്നു. കാരണം ആദ്യം പ്രതിവർഷം വാടക കൊടുക്കുന്നു എന്നായിരുന്നു പുറത്തു വന്ന വിവരം. ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മാസക്കണക്കിന് 7 ലക്ഷം രൂപ വാടക വേണ്ട, ഒരു മാസം 7 ലക്ഷം രൂപ വാടക മാത്രം വേണ്ട ഒരു ആഡംബര ബംഗ്ലാവിലാണ് സൗരവ് ദാസിൻ്റെ താമസം. അത്യാഡംബരപൂർണമായിട്ടുള്ള ജീവിതമാണ്. എന്നാൽ അതിനുള്ള സാമ്പത്തിക പശ്ചാത്തലം കുടുംബപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ സൗരവ് ദാസിനില്ല. അപ്പോൾ ഈ സൗരവ് ദാസ് ആരാണ് എന്നുള്ള അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. പുറത്തു വരുന്ന വിവരങ്ങൾ അത്ര സുഖകരമല്ല സൗരവ് ദാസിനെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും. കാരണം കൃത്യമായി അഭിജിത് ദീപ്കെ എങ്ങനെയാണോ ഒരു രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു കളിപ്പാവയായി രൂപീകരിക്കപ്പെട്ടത്, അതിനും അപ്പുറത്തേക്കുള്ള വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ളൊരു നിർമ്മാണമായിരുന്നു സൗരവ് ദാസ് എന്ന കഥാപാത്രത്തിൻ്റേത്. ആ പാത്ര സൃഷ്ടി കുറച്ചുകൂടി അപകടകരമായിട്ടുള്ള തലങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ജോർജ് സോറോസിൻ്റെ ഓപ്പൺ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള ഫൗണ്ടേഷനുകൾ സൗരവ് ദാസിന് നേരിട്ട് തന്നെ ഗ്രാൻറ്റുകൾ നൽകുന്നു എന്നുള്ള വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുവാനുണ്ട്. സൗരവ് ദാസിനെ സംബന്ധിച്ചുള്ള വിഷയം
ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നൊരു വിഷയമല്ല, അല്ലെങ്കിൽ അതൊരു നീണ്ട ചർച്ചയായിട്ടും സംവാദങ്ങളായിട്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ആ വിഷയവും പ്രേക്ഷകരുടെ മുമ്പിൽ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ തത്വമയി ന്യൂസ് താമസിയാതെ അവതരിപ്പിക്കുന്നതാണ്. അഭിഷേക് റാങ്കയുടെ കാര്യം പറഞ്ഞാൽ, ഈ മൂവർ സംഘത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി അഭിഷേക് റാങ്കയാണ്. അശുതോഷ് റാങ്കെ, ക്ഷമിക്കണം, ഞാൻ അഭിഷേക് റാങ്കെ എന്നാണ് പറഞ്ഞത്, അശുതോഷ് റാങ്കെയാണ്. അപ്പോൾ അശുതോഷ് റാങ്കെ പശ്ചിമ ബംഗാളിൽ ചെന്ന് ചില്ലറ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. അവിടെ കൃത്യമായിട്ടുള്ള എതിർപ്പുകൾ നേരിട്ടതിനെ തുടർന്ന് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോഴും അവിടെ ട്രോളന്മാരിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഈ നിയമക്കുരുക്കുകളാണ് ഇവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത്, ഇവർ നീറ്റിനെതിരെ സമരം നടത്തി ഞങ്ങൾ വിജയിച്ചു എന്നുള്ള തരത്തിൽ ഇപ്പോൾ നീറ്റിലുണ്ടായ ചെറിയ പാളിച്ചകൾ, NTA നാഷണൽ ടെസ്റ്റിംഗ് അക്കാഡമി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പൊളിച്ചു പണിയുകയാണ്. ആ സംഭവത്തെ ഒന്നുകൂടി കയ്യിലെടുത്ത്, ചില പാകപ്പിഴകൾ വീണ്ടും സംഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, അത് കയ്യിലെടുത്ത് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ സംഭാജി നഗറിൽ അഭിജിത് ദീപ്കയുടെ ആവാസ സ്ഥാനമാണ്, അല്ലെങ്കിൽ ജനിച്ചു വളർന്നത് അവിടെയാണ്. അവിടെ ഒരു വലിയ പ്രക്ഷോഭത്തിന് കോപ്പ് കൂട്ടിയിരുന്നു. അത് പൊളിഞ്ഞ് നാശമായി എന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം ആൾ വേണ്ടേ, ഒരു 100 പേരെ സംഘടിപ്പിക്കുവാൻ കഴിയുന്നു. പക്ഷേ ഇവർക്കൊരു വേദി നൽകുവാൻ അവർ തന്നെ താമസിക്കുന്ന ഹൗസിംഗ് കോളനികൾ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാറ്റകൾ നേരിടുന്നൊരവസ്ഥ. പക്ഷേ അവർ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലയിടങ്ങളിലും ജെൻസി എന്നുള്ള പേരിൽ നിങ്ങൾക്ക് എന്ത് ആഭാസത്തരവും കാട്ടാം, അതിന് നിങ്ങൾക്കൊരു സുരക്ഷാകവചം ഒരുക്കപ്പെടും, ഈ ജെൻസി എന്നുള്ള ഒരു പ്രയോഗം എന്നുള്ളൊരു ധാരണ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലരുടെ ഇടയിലെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലവർ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ജെൻസിയാണ് അനുഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ജെൻസി എന്നുള്ള ആ ഒരു പ്രയോഗം ഉപയോഗിച്ച് അത്തരം ആഭാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികളാണ് അനുഭവിക്കുവാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണവും ഇന്ന് മറ്റൊരു വീഡിയോയിൽ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലഡാക്കിൽ നടന്നൊരു സംഭവം പ്രേക്ഷകരിൽ പലരും കണ്ടു കാണും. പക്ഷേ അതിൻ്റെ മറ്റൊരു പശ്ചാത്തലമുണ്ട്. ആ വിഷയം പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുക. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നതിൻ്റെ രത്നം ചുരുക്കം, പാറ്റകൾ പെട്ടുകിടക്കുകയാണ്. ഈ സുപ്രീം കോടതിയുടെ പ്രത്യേക അന്വേഷണ സമിതി എന്നുള്ളത്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സമിതി എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു സംഗതിയല്ല. മലയാള മാധ്യമങ്ങളൊന്നും ഈ വിഷയത്തെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല, കേരളത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അവർക്ക് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയാമെന്നുള്ളതാണ്. ഇത്തരത്തിൽ സൈനികരെ അപമാനിക്കുന്നത്, പൊതു ഇടങ്ങളിൽ അശ്ലീല പ്രദർശനം നടത്തുന്നത്, മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്, സ്ത്രീകളായ മാധ്യമ പ്രവർത്തകരെ ലൈംഗികമായി ആക്രമിച്ചത്, പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സുപ്രീം കോടതി എന്തായാലും ഗൗരവപൂർണ്ണമായി തന്നെയാണ് കാണുന്നത്. നിരവധി പരാതികൾ ഈ വിഷയങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പരാതികൾ രേഖാമൂലം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണങ്ങൾ എങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോകുന്നതെന്നുള്ളത് പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ചില കണ്ടെത്തലുകളും ഏതെങ്കിലും FIR രജിസ്റ്ററുകളും നടക്കുന്ന വേളയിൽ മറ്റന്വേഷണ ഏജൻസികളും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കപ്പെടും. ആ അന്വേഷണ ഏജൻസികൾക്ക് ആ വഴി തുടർന്നാൽ ആദ്യം ഈ അന്വേഷണത്തിലേക്ക് വരുവാൻ പോകുന്നത് CBI ആയിരിക്കും. തൊട്ടു പിന്നാലെ രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള ഇവരുടെ ബന്ധങ്ങൾ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തെളിയിക്കപ്പെട്ടാൽ NIAയും അന്വേഷണത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം എന്തുണ്ടാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം പാറ്റകളുടെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും പാറ്റകൾ പെട്ടുകുരുങ്ങി കിടക്കുകയാണ്. ഹിറ്റടിച്ചാലൊന്നും പാറ്റകൾ ചാകില്ല, പാറ്റകൾ ആണവ വിസ്ഫോടനത്തെയും അതിജീവിക്കും തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചാണല്ലോ തുടങ്ങിയത്. കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക്. കണ്ടറിയണം കോശി, എന്താകും നിൻ്റെ വിധി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമാശയായിട്ട് പറയാറുള്ളത് പോലെ കണ്ടറിയണം പാറ്റകളുടെ വിധി എന്താകുമെന്നുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.